ഹലോ എവരി വൺ, വെൽക്കം ടു സിജിക്ക് ലെക്ചേഴ്സ്. ഇന്ന് നടന്ന UPSC എക്സാംസിന്റെ സയൻസ് സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യം വരുന്ന സെക്ഷൻസ് മാത്തമാറ്റിക്സ് ആണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. സംഖ്യ y എത്രയാണ്? 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്, 3x + 2 എന്ന് എഴുതാം. ഇനി ചെറിയ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? വലിയ സംഖ്യ എന്ന് പറയുന്നത് ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ്. അതായത് y 4x എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വാല്യൂ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എത്ര എന്ന് കിട്ടും? ചെറിയ സംഖ്യയുടെ വാല്യൂ 2 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: രണ്ട് സംഖ്യയുടെ ശരാശരി 11.5 അവയുടെ വ്യത്യാസം 11.5 ആണെങ്കിൽ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഭാഗിച്ചാൽ എത്ര കിട്ടുമെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം, രണ്ട് സംഖ്യയുടെ ശരാശരി കണ്ടുപിടിക്കണമെങ്കിൽ a+b/2 എടുത്താൽ 11.5 കിട്ടി. അവിടുന്ന് a+b എത്ര കിട്ടും? 23 എന്ന് കിട്ടും. ഇനി അവരുടെ വ്യത്യാസം 11.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് a-b എന്താണ്? 11.5 ആണ്. അപ്പൊ രണ്ട് ഇക്വേഷൻസ് കിട്ടി. അവരെ എന്ത് ചെയ്യുക? നമ്മൾ ആഡ് ചെയ്യുക. ബിയും ബിയും ക്യാൻസൽ ആയി പോകും. അവിടുന്ന് എയുടെ വാല്യൂ നമുക്ക് കിട്ടും. എത്രയാണ്? 34.5/2 ആണ്. ഇത് രണ്ട് ഇക്വേഷൻ കിട്ടി. അവരെ തമ്മിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എയും വെട്ടിപ്പോകും. അതിൽ നിന്ന് ബിയുടെ വാല്യൂ കിട്ടും. എത്രയാണ്? 11.5/2 ആണ്. അപ്പൊ വലിയ സംഖ്യ എ ആണ്, ചെറിയ സംഖ്യ ബി ആണ്. a/b എത്ര കിട്ടും? 3 എന്ന്. ഉത്തരം ബി ആണ് ഉത്തരം. 3 എന്ന് കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? നിങ്ങൾ ആ ഡെസിമൽ പോയിന്റ് വെച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നാലാമത്തെ ചോദ്യം: 1 + 2 + 3 അപ് ടു 50 എന്ന് പറയുന്നതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1275 എങ്കിൽ 3 + 6 + 9 എക്സെട്ര അപ് ടു 150ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. വളരെ ഈസിയാണ്. നിങ്ങൾ ഇവിടുന്ന് എന്ത് ചെയ്യുക? ഇവിടുന്ന് ഡയറക്റ്റ് 3 കോമൺ എടുക്കുക. 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഒരു സംഖ്യയുടെ പാറ്റേൺ കിട്ടും. അതായത് 1775 × 3 3825 ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: 2.5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിന്റെ ഉയരം എത്ര ആയിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് LBH എന്ന് പറയുന്നതാണ് എന്ത്? അതിന്റെ വോളിയം എന്ന് പറയുന്നത്. നമുക്കറിയാം 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 1000 ലിറ്റർ ആണ്. അതായത് 10 മീറ്റർ ക്യൂബ് ആണ് തന്നിരിക്കുന്ന 10,000 ലിറ്റർ എന്ന് പറയുന്നത്. നമ്മൾ തന്നിരിക്കുന്ന വാല്യൂ നീളം എന്ന് പറയുന്നത് 2.5 ആണ്, വീതി 1 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഉയരമാണ്. വിച്ച് ഇസ് ഇക്വൽ ടു തന്നിരിക്കുന്നത് 10,000 ലിറ്റർ ആണ് എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ക്യൂബ് ആണ്. അവിടെ നമ്മൾ നീളം കണ്ടുപിടിച്ചാൽ നമുക്ക് 4 മീറ്റർ ആണ് കിട്ടേണ്ടത്. പക്ഷെ ഓപ്ഷനിൽ എന്തില്ല? 4 മീറ്റർ ഇല്ല. അതുകൊണ്ട് എന്താണ് ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്, ഡിലീറ്റഡ് ആണ് കേട്ടോ. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: നമുക്ക് ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. ഇതിനെ ലഘൂകരിച്ചാൽ കിട്ടുന്നത് എന്ത് എന്നാണ്. നിങ്ങൾ ഈ ഫ്രാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് a³ + b³ ഡിവൈഡഡ് ബൈ a² + b² - ab എന്ന ഫോമാറ്റ് ആണ്. അത് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് a+b എടുത്താൽ മതി. ഏതാണ്? 10.1 + 2.9 13. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഏഴാമത്തെ ചോദ്യം: സീനയും മീനയും 2:3 എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ 804 രൂപ കൂടുതൽ അതേ തുക 4:1 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി എങ്കിൽ അവർ ഭാഗിച്ചെടുത്ത തുക എത്ര എന്നാണ് ചോദ്യം. വളരെ ഈസിയാണ്. നിങ്ങൾ നോക്കുക, ആദ്യത്തെ റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. അപ്പൊ 2x + 3x 5x എന്ന് കിട്ടി. രണ്ടാമത്തെയും ആ ഒരു ഭാഗീകരണം എന്താണ്? 4:1 ആണ്. അതും എന്താണ്? 5x തന്നെയാണ്. അങ്ങനെ അത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2x എന്ന് പറയുന്നത് എത്രയാണ്? 804 ആണെന്ന് തന്നിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 402 കിട്ടും. എങ്കിൽ അവർ ഭാഗിച്ച തുക എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചെയ്യുക. 5 × x ആണ്. എത്രയാണ്? 5 × x 5 × 402 എത്രയാണ്? 2010. ഓപ്ഷൻ എ ആണ്. എട്ടാമത്തെ ചോദ്യം ഇതാണ്: ഒരു ക്ലോക്കിലെ സമയം 8:30 ആണ്. അപ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. കോണളവ് കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യാണ്? അതിന്റെ 30 ഹവർ മണിക്കൂർ മൈനസ് 11 ഇൻറ്റു തന്നിരിക്കുന്ന മിനിറ്റ് ഡിവൈഡഡ് ബൈ 2. തന്നിരിക്കുന്ന ഹവർ എത്രയാണ്? മണിക്കൂർ 8 ആണ്. മിനിറ്റ് എത്രയാണ്? 30 ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ എത്ര കിട്ടും? 75 ഡിഗ്രി എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഒമ്പതാമത്തെ ചോദ്യം ഇതാണ്: 2000 രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ 15 രൂപയാണെങ്കിൽ പലിശ നിരക്ക് എത്ര എന്നാണ് ചോദ്യം. പലിശ നിരക്ക് എത്രയാണെന്നാണ് ചോദ്യം. വളരെ ഈസിയാണ്. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ PNR ഡിവൈഡഡ് ബൈ 100 എടുത്താൽ മതി. പിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 2000 തന്നിട്ടുണ്ട്. N എത്രയാണ്? 1 മന്ത് ആണ്, അല്ലെ? ഒരു മാസത്തേക്കുള്ളതാണ്. R റേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ ഇൻട്രസ്റ്റ് തന്നിരിക്കുന്നത് എത്രയാണ്? ഒരു മാസത്തെ പലിശയാണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 15 രൂപയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഒരു വർഷത്തേക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 180 എന്ന് കിട്ടും. ഡയറക്റ്റ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആറിന്റെ വാല്യൂ എത്ര കിട്ടും? 9%, 9% പലിശ. പത്താമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണ്? അതിൽ ഈവൻ ഡിജിറ്റ് ഏതാണെന്ന് നോക്കിയാൽ ഡെസിമലിന് ശേഷം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം.
11ാമത്തെ ചോദ്യം, സംഖ്യാരേഖയിലെ 3/5-നും 4/5-നും ഇടയിൽ വരാത്ത ഭിന്നകം ഏത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 3/5-നെ 10 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 30/5 6 കിട്ടും. 4/5-നെ 10 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 8 കിട്ടും. അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് വരാത്ത ഭിന്നകം ഏത് എന്നാണ് ചോദ്യം. ഭിന്നകം ഏതാണെന്നാണ് ചോദ്യം. അങ്ങനെ നിങ്ങൾ നോക്കുക, ഇതിനെ എല്ലാം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 × 10/3 എന്ന് പറയുന്നത് 20/3 ആണ്, 6.6 ആണ്. അങ്ങനെ ഓരോന്നും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ സി ആണ് ഉത്തരം കിട്ടുന്നത്. ഇതിന്റെ ഇടയ്ക്ക് വരാത്ത വാല്യൂ ആണ് ഓപ്ഷൻ സി ആണ്, 3/7 ആണ് ഉത്തരം. 12, രണ്ട് സംഖ്യകളുടെ HCF 16-ഉം അവയുടെ ലസാഗു LCM 192-മാണ്. ഒരു സംഖ്യ 64 ആയാൽ രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. എന്താണ്? HCF × LCM എന്ന് പറഞ്ഞാൽ X × Y ആയിട്ട് എടുക്കാം, രണ്ട് സംഖ്യ ആയിട്ട് എടുക്കാം. അല്ലെ ഒരു സംഖ്യ 64 തന്നിട്ടുണ്ട്, അങ്ങനെ മറ്റു സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 16 × 192 ഭാഗം 64 48. ഓപ്ഷൻ എ ആണ് ഉത്തരം. 13ാമത്തെ ചോദ്യം, 2/3 × 5/4 വില എത്ര? വളരെ ഈസിയാണ്. എന്താണ്? 2/3 നിങ്ങൾക്ക് അറിയാം എത്രയാണ്? 8 ആണ്. 5/4 5/3 × 5 എന്ന് എഴുതാം. അതിനാൽ 8 ഗുണം 5/3 എത്രയാണ്? 125 ആണ്. ഗുണം 5 എത്ര കിട്ടി? 625 എന്ന് കിട്ടി. ഉത്തരം എത്രയാണ്? 5000. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 14ാമത്തെ ചോദ്യം, 4/20 അധികം 8/2000 അധികം 8/200 അധികം 32/2000 തുല്യമായ ദശാംശ സംഖ്യ ഏത്? അപ്പം ഇതിലെ ഏറ്റവും വലിയ വാല്യൂ എത്രയാണ്? 2000 ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ഒരു 100 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 3200/2000 എന്ന് കിട്ടും. അങ്ങനെ എല്ലാത്തിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 4/20 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് എത്രയായിട്ട് മാറി? 20 ആയിട്ട് മാറി. 8/200 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4 കിട്ടി. 32-നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡഡ് ബൈ 2000 എടുത്തപ്പോൾ 1.6 എന്ന് കിട്ടി. ഇനി ഇതിനെ എല്ലാം ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ നിങ്ങൾക്ക് 0.256, അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം. 15ാമത്തെ ചോദ്യം, ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലു തനിച്ച് ചെയ്താൽ 10 ദിവസവും രാമു തനിച്ച് ചെയ്താൽ 15 ദിവസവും വേണം. രാമുവും ബാലുവും ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കാം? അപ്പൊ അവിടുന്ന് LCM കണ്ടുപിടിച്ചാൽ നമുക്ക് എത്ര എന്ന് കിട്ടും? 30 എന്ന് കിട്ടും. ബാലുവിന്റെ കഴിവ് എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ 10 3 ആണ്. രാമുവിന്റെ കഴിവ് എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ 15 2 ആണ്. അങ്ങനെ മൊത്തത്തിലുള്ള കഴിവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 5 കിട്ടും അല്ലെ. നമുക്ക് 3 + 2 5 കിട്ടും. അപ്പം നമുക്ക് LCM 30 ആണ്. 30 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 6 ദിവസം കൊണ്ട് ജോലി തീർക്കാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി അടുത്തത് കെമിസ്ട്രിയുടെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, കാർബണിന്റെ ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. എത്രയാണ്? കാർബൺ ന്യൂക്ലിയസ് എന്നാൽ നിങ്ങൾക്കറിയാം, ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? അതിന്റെ അറ്റോമിക നമ്പർ ആണ്. അത് എന്തിന് ഈക്വൽ ആണ്? അതിന്റെ പ്രോട്ടോണുകളുടെ എണ്ണത്തിന് ഈക്വൽ ആണ്. അപ്പൊ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. മുകളിൽ തന്നിരിക്കുന്നത് മാസ് നമ്പർ ആണ്. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ എന്ത് കിട്ടും? ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. എത്രയാണ്? 8 ആണ്. അപ്പൊ ന്യൂട്രോണും പ്രോട്ടോണും ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് 8 6 ഓപ്ഷൻ എ ആണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് സംക്രമ ലോഹം അല്ലാത്തത്? ട്രാൻസിഷൻ മെറ്റൽ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ വരുന്നവരാണ് എന്തെന്ന് പറയുന്നത്? സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ അലൂമിനിയം ഏതിലാണ്? ഗ്രൂപ്പ് 13-ലാണ് വരുന്നത്. അത് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ ബൗളർ അലി ഗേവ് ഇൻസ്റ്റന്റ് ടി എന്ന് ഓർത്തു വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഓപ്ഷൻ സി അലൂമിനിയം ആണ് എന്തെന്ന് പറയുന്നത്? സംക്രമണ ലോഹം അല്ലാത്തത്. അതായത് ട്രാൻസിഷൻ മെറ്റൽ അല്ലാത്തത് ആരാണ്? അലൂമിനിയം ആണ്. അന്തരീക്ഷ മർദ്ദം 1 ബാർ ആണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളയ്ക്കുന്നത്? എത്രയാണ്? 99.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ ഉത്തരം. ഓപ്ഷൻ ബി ആണ്. മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി കോപ്പർ ആണ് വരുന്നത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ആക്ടിവിറ്റി സീരീസ് അറിയാമെങ്കിൽ ഇവിടെ ഹൈഡ്രജന് മുകളിൽ വരുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കുന്ന മെറ്റൽസ് ആണ്. എന്നാൽ അതിന് താഴെ വരുന്നവർക്ക് എന്ത് ചെയ്യത്തില്ല? സാധിക്കത്തില്ല. അപ്പൊ ഹൈഡ്രജന് താഴെയാണ് ആര് വരുന്നത്? ആക്ടിവിറ്റി സീരീസിൽ കോപ്പർ വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഏതാണ്? കോപ്പർ ആണ്. അടുത്ത ചോദ്യം, ഹോമലോഗ സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അത് CH2 ഗ്രൂപ്പിനാലാണ് കേട്ടോ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. ആറാമത്തെ ചോദ്യം, മാലക്കൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം ഏതാണ്? കോപ്പർ ആണ് കേട്ടോ. കോപ്പർ ആണ്. ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. വൈദ്യചികിത്സയിൽ ഇൻട്രാവീനസ് കുത്തിവയ്പ്പിനായി ഉപയോഗിക്കുന്ന എത്ര ഗാഢതയുള്ള ഉപ്പ് ലായനിയാണ്? എത്രയാണ്? 0.9% ഗാഢതയുള്ള കോൺസെൻട്രേഷനുള്ള ഉപ്പ് ലായനിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ ബാധിക്കാത്തത്? ഇത് ലേച്ചാർട്ടിലെ തത്വത്തിൽ വരുന്നതാണ്. ഉത്തരം ഏതാണ്? വികാരത്തിന്റെ നിറം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ആ രാസപ്രവർത്തനത്തിന്റെ സ്പീഡിനെ
ഇഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ബയോളജിയിലെ ചോദ്യങ്ങളാണ് കേട്ടോ. ബയോളജിയിലെ ചോദ്യങ്ങളാണ്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഏതാണ്? DNA പ്രൊഫൈലിംഗ് ആണ് കേട്ടോ. DNA പ്രൊഫൈലിംഗ് ആണ്. മനുഷ്യന്റെ ആദ്യ പാലിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? IgA ആണ് കേട്ടോ. അമ്മ എന്ന് ഓർത്ത് വെച്ചാൽ വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാം. IgA ആണ്. ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ഗ്രാനയാണ് കേട്ടോ. എന്നാൽ ഡാർക്ക് റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത്? സ്ട്രോമയിലാണ്. ലൈറ്റ് റിയാക്ഷൻസ് നടക്കുന്ന എവിടെയാണ്? ഗ്രാനയിലാണ്. ഓപ്ഷൻ ബി ആണ്. ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫോമികകളെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലാക്റ്റിയൽ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ലാക്റ്റിയലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ ആസ്കോമൈസെറ്റുകൾ എന്ന ഫൈല വിഭാഗത്തിൽ ഉൾപ്പെട്ടത് ഏതാണ്? ആസ്കോമൈസെറ്റിസ് വരുന്ന ഫൈലം എന്ന് പറയുന്നത് ഏതാണ്? പെനിസിലിയം ആണ് കേട്ടോ. ആ ഒരു ഫൈലത്തിൽ വരുന്നത് പെനിസിലിയം ആണ്. ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ? ഏതാണ്? നോവാവാക്സ് ആണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ. അടുത്ത ഫിസിക്സിലെ ചോദ്യങ്ങളാണ്. പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് എന്താണ്? ദൂരത്തെയാണ് കേട്ടോ. ദൂരത്തെയാണ് പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത്. തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? അതിൽ ഉത്തരം വരുന്നത് രണ്ട് ധ്രുവങ്ങളിൽ, അതായത് നോർത്ത് പോൾ എടുത്താൽ സൗത്ത് പോൾ എടുത്താൽ അവർക്ക് ഈക്വൽ സ്ട്രെങ്ത് ആണ് കേട്ടോ. അതാണ് അതിന്റെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഒഴുകുന്ന ദ്രാവകത്തിന്റെ കർഷണം ഏതാണെന്നാണ്? ഫ്രിക്ഷൻ ഏതാണെന്നാണ്? വിസ്കോസിറ്റി ആണ് കേട്ടോ. വിസ്കോസിറ്റി ആണ്. ഒരു കാർ 5 സെക്കൻഡിനുള്ളിൽ അതിന്റെ പ്രവേഗം 18 കിലോമീറ്റർ പെർ ഹവറിൽ നിന്ന് 36 കിലോമീറ്റർ പെർ ഹവർ ആക്കുന്നു. അങ്ങനെയെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ അതിന്റെ ത്വരണം, ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം അതിന്റെ ആദ്യത്തെ വേഗത നമ്മൾ യു എന്നെടുത്തു കഴിഞ്ഞാൽ അത് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 11 കിലോമീറ്റർ പെർ ഹവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് 1000 ഡിവൈഡഡ് ബൈ മണിക്കൂറിനെ 60 × 60 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? അതിന്റെ സെക്കൻഡിൽ കിട്ടും. അപ്പൊ 5 മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടും. അവസാനത്തെ വേഗത എത്രയാണ്? 36 കിലോമീറ്റർ പെർ ഹവർ ആണ്. അതിനെ 10 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി സമയം തന്നിട്ടുണ്ട് 5 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് മോഷൻ ആദ്യത്തെ നിയമം അനുസരിച്ച് എന്താണ്? v = u + at എന്ന് കൊടുക്കുക. അതിൽ നിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് 5/5 എത്രയാണ്? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. സെക്കൻഡ് സ്ക്വയർ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. വൈദ്യുതി ബില്ലിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര കിലോ വാട്ട് അവർ ആണ്? 1 കിലോ വാട്ട് അവർ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം F ആണ്. രണ്ട് പിണ്ഡങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയാകും എന്നാണ് ചോദ്യം. F എന്ന് പറയുന്നത് Gm1m2/r² എന്നാണ് ഇക്വേഷൻ വരുന്നത് കേട്ടോ. അതിന്റെ പിണ്ഡം m1 m2 എത്രയായിട്ട് മാറി? പകുതിയായിട്ട് മാറി. അതായത് ഓരോന്നും m1/2 m2/2 എന്ന് എഴുതാൻ നമുക്ക്. അങ്ങനെയാണെങ്കിൽ Gm1m2 / 4r² എന്ന് വരും. അതായത് ഈ Gm1m2/r² എന്ന് പറയുന്നത് എന്താണ്? F ആണ്. അപ്പൊ F / 4 ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഏഴാമത്തെ ചോദ്യം. പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ്? ഖരമാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഉത്തരം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ SI യൂണിറ്റ് ഏതാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല കേട്ടോ. ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിന്റെ ആകെ ഊർജ്ജം എപ്പോഴേക്കും സ്ഥിരമായി നിലകൊള്ളും കേട്ടോ. അത് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ സയൻസ് സബ്ജക്റ്റിൽ നിന്ന് ഈ വട്ടത്തെ UPSC എക്സാംസിന്